ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് RPF അറസ്റ്റ് ചെയ്ത മലയാളികളായ 2 കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ബിലസ്പൂർ NIA കോടതിയാണ് ജാമ്യഹർജി പരിഗണിച്ചത്. കേസ് ഡയറി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയാൻ നാളത്തേക്ക് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയാൽ കാലതാമസം ഉണ്ടാകും എന്ന വിലയിരുത്തലിലാണ് ബിലാസ്പൂരിലെ NIA കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകാൻ സഭാ നേതൃത്വം തീരുമാനിച്ചത്. മുതിർന്ന അഭിഭാഷകൻ അമൃതോ ദാസാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുക. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ, തലശ്ശേരി, ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരായിരുന്നു അറസ്റ്റിലായത്. ഇവർക്കൊപ്പം 3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇരുവർക്കുമെതിരെ നിർബന്ധിത പരിവർത്തനം, മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിസ്റ്റർ പ്രീതി കേസിലെ 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതിയാണ്. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് എത്തിയതായിരുന്നു 3 പെൺകുട്ടികളും എന്നാണ് കന്യാസ്ത്രീകളുടെ വാദം.